നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ കാലാവസ്ഥാ വ്യതിയാനമെന്ന മുന്നറിയിപ്പ്. ഈ ഞായറാഴ്ച മുതലാണ് കാലാവസ്ഥയിൽ വ്യതിയാനത്തിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയെന്ന് ഒമാൻ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏപ്രിൽ 16 ഞായറാഴ്ച മുതൽ ഏപ്രിൽ 17 ബുധനാഴ്ച വരെ ഒമാനിൽ കനത്ത മഴയ്ക്കും കാറ്റിനുമൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് അറിയിച്ചത്. മുസന്തം, വടക്കൻ അൽ ഖത്തീന, തെക്കൻ അൽ ഖത്തീന, അൽ ബുറൈമി, അൽ ദാഹിറ, മസ്കറ്റ്, അൽ ദഖീലിയ, വടക്കൻ അൽ ഷർഖിയ, തെക്കൻ അൽ ഷർഖിയ, അതുപോലെ തന്നെ അൽ വസ്തയുടെ ഭാഗങ്ങൾ, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിൽ കാലാവസ്ഥയിലെ വ്യതിയാനം സാരമായി ബാധിക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UAEയിൽ അടുത്ത ആഴ്ചയും അസ്ഥിരമായ കാലാവസ്ഥ പ്രവചിച്ച ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രംഗത്തെത്തിയിരുന്നു. ഞായറാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത്. രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. നേരിയതോ മിതമോ ആയിട്ടുള്ള തോതിലുള്ള മഴ പെയ്യുമെങ്കിലും ചില സമയങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ന്യൂനമർദ്ദ ശക്തി പ്രാപിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. മഴയ്ക്ക് പുറമെ ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ബുധനാഴ്ച മഴയ്ക്ക് ശമനം ഉണ്ടാകുമെങ്കിലും ചില പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ താപനില കുറയും. കാറ്റ് വീശുന്നത് പൊടി ഉയരാൻ കാരണമാകും. ബുധനാഴ്ച കാറ്റിന്റെ വേഗത കുറയും. ചില സമയങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്, പ്രത്യേകിച്ച് തിങ്കൾ മുതൽ ചൊവ്വ ദിവസങ്ങളിൽ. UAEയിൽ ചെറിയ പെരുന്നാൾ അവധിക്കിടെയും വലിയ രീതിയിലുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ലഭിച്ചിരുന്നു. ദുബായിയുടെ പല ഭാഗങ്ങൾ, അബുദാബി, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, അൽ ഐൻ, അതുപോലെ തന്നെ അൽ ദഫ്ര എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച മഴ ലഭിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അൽ വർസനയിലും ഇന്റർനാഷണൽ സിറ്റിയിലും വ്യാഴാഴ്ച വൈകുന്നേരം നേരിയ തോതിൽ മഴയും, പാം ജുമൈറയിലും ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലും ഇടിമിന്നലോട് കൂടിയ നേരിയ ചാറ്റൽ മഴയും ഉണ്ടായി. കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് പല സ്ഥലങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്.